പീച്ചിങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പീച്ചിങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. പീച്ചിങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ടാണ് കുറച്ച് വലിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തത്. നേരത്തെ തന്നെ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു. ഒരു കൈപ്പിടി അളവിലുള്ള പരിപ്പാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഈ പാനിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ച പരിപ്പിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണത്തിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കഷ്ണം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ചിരുവിയ തേങ്ങ ഒരു കൈപ്പിടി അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വറ്റൽമുളകിന് എരിവുണ്ട്, പക്ഷേ തീരെ കളർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തത്. ഇപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നു, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളി കൂടെ ചേർക്കുന്ന സമയത്ത് ഈ പീച്ചിങ്ങ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് നേരത്തേക്ക് തേങ്ങയുടെ പച്ചമണം എല്ലാം പോകുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടണം. കടുക് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറെല്ലാം മാറുന്ന സമയത്ത് ചൂടോടുകൂടെ തന്നെ കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് പീച്ചിങ്ങയിൽ. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് പീച്ചിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണിത്. പീച്ചിങ്ങയും പരിപ്പും കൂടെ കറി വയ്ക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളി കൂടെ ചേർക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.